ഗുഡ് ഈവനിംഗ് സർ. എന്റെ പേര് സേജൽ യാദവ് എന്നാണ്. എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാർ വന്ദേമാതരം ചൊല്ലുന്നതിൽ നിന്നും അകന്നു നിൽക്കുന്നത്? എന്താണ് കാരണം? ഇന്ത്യയുടെ ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗാനമല്ലേ വന്ദേമാതരം? അതിൽ മതപരമായ സ്വഭാവത്തിലുള്ള ഒന്നും തന്നെ ഇല്ലല്ലോ. സഹോദരി, ഇന്നലെ നിങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു? കാരണം ഇതേ ചോദ്യം ഇന്നലെ മറ്റൊരു സഹോദരി ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞിരുന്നു. നിങ്ങൾ ഇന്നലെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം ആവർത്തിക്കാം. സഹോദരി ചോദിച്ചത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ വന്ദേമാതരം ചൊല്ലുന്നതിൽ നിന്നും അകന്നു നിൽക്കുന്നത് എന്നാണ്. മുസ്ലിങ്ങൾ എന്തുകൊണ്ട് അതിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നതിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഹിന്ദുക്കളും ആ ഗാനം ഒഴിവാക്കണമെന്നാണ് എന്റെ ഉപദേശം. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം അത് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾക്ക് എതിരാകുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. നമ്മുടെ സിഖ് സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ ഉപനിഷത്തുക്കളിൽ നിന്നും വേദങ്ങളിൽ നിന്നും സർവശക്തനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂവെന്നും മറ്റാരെയും ആരാധിക്കരുതെന്നും ദൈവത്തിന് പ്രതിച്ഛായില്ല എന്നും തെളിയിക്കുന്ന ചില ഉദ്ധരണികൾ പറഞ്ഞുവല്ലോ. വന്ദേമാതരം എന്നത് ഒരു ഗാനമാണ്. അതിൽ 3 പ്രാവശ്യം ഞാൻ മാതൃഭൂമിയുടെ മുന്നിൽ ശിരസ്സ് താഴ്ത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഹൈന്ദവതയിൽ നിങ്ങൾ ദൈവത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത്, മറ്റാരെയും ആരാധിക്കരുത്. ദൈവം ഈ രാജ്യത്തിന്റെയും കൂടി സൃഷ്ടാവാണ്. അതുകൊണ്ട് അത് വേദഗ്രന്ഥങ്ങൾക്കെതിരാകുന്നു. ഹൈന്ദവത വിഗ്രഹാരാധനയെ എതിർക്കുന്നു. സർവശക്തനായ ദൈവത്തിനു മുന്നിൽ മാത്രമേ തലകുനിക്കാൻ പാടുള്ളൂ എന്നാണ് ഹൈന്ദവത പറയുന്നത്. അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നും ഹൈന്ദവത പറയുന്നു. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾക്കും എതിരാകുന്നുവെന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് ഹൈന്ദവ പണ്ഡിതനോടും ചോദിച്ചു നോക്കൂ. വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിയാത്ത സാധാരണക്കാരായ ഹൈന്ദവ സ്ത്രീ പുരുഷന്മാരോട് നിങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഈ ഗാനം ഹൈന്ദവതയ്ക്കെതിരാണെന്ന് അറിയില്ലായിരിക്കാം. ഈ ഗാനത്തിന്റെ ദേശീയതയിലേക്ക് ഞാൻ പിന്നീട് വരാം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്ദേമാതരം എന്ന ഈ വാചകം ഖുർആനിനെതിരാണ്. കാരണം ഇസ്ലാമിൽ ഞങ്ങൾ സർവശക്തനായ ദൈവത്തെയല്ലാതെ മറ്റാരെയും ആരാധിക്കാറില്ല. ഇന്ത്യയാകുന്ന ഈ രാജ്യത്തെ ഞങ്ങൾ മുസ്ലിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ പിൻപറ്റുന്നു. സർവശക്തനായ ദൈവത്തിന്റെ നിയമങ്ങൾക്കെതിരാവാത്തിടത്തോളം ഏത് രാജ്യത്തിന്റെയും ഏതു നിയമങ്ങളെയും പിൻപറ്റുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ സർവശക്തനായ ദൈവത്തിന്റെ നിയമത്തോട് വൈരുദ്ധ്യം പുലർത്തുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾ ഞങ്ങൾ പാലിക്കില്ല. അതുകൊണ്ട് സർവശക്തനായ ദൈവമാണ് ഈ രാജ്യത്തിന്റെ സൃഷ്ടാവ്. അപ്പോൾ ആരുടെ മുന്നിലാണ് നമ്മൾ ശിരസ്സ് താഴ്ത്തേണ്ടത്? സർവശക്തനായ ദൈവത്തിന്റെ മുന്നിലോ ഈ രാജ്യത്തിന്റെ മുന്നിലോ? ഇന്ത്യ എന്ന ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മിക്ക മുസ്ലിങ്ങളും ഈ രാജ്യത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. വേണ്ടിവന്നാൽ സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മുന്നിൽ തലകുനിക്കില്ല. കാരണം അത് സൃഷ്ടാവിന്റെ നിയമത്തിനെതിരാണ്. അതുപോലെ ഒരു സൗദിക്കാരനും സൗദി അറേബ്യയ്ക്ക് മുന്നിൽ ശിരസ്സ് താഴ്ത്തരുത്. ഇത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ കാര്യമാണെന്ന് നിങ്ങൾ കരുതരുത്. ഒരു സൗദിക്കാരനും സൗദി അറേബ്യയ്ക്ക് മുന്നിൽ തലകുനിക്കാറില്ല. പാകിസ്ഥാനിൽ ഒരു പാകിസ്ഥാൻകാരനായ മുസ്ലിമും പാകിസ്ഥാന്റെ മുന്നിൽ ഒരിക്കലും തലകുനിക്കില്ല. അത് ഇന്ത്യക്ക് മാത്രമായിട്ടുള്ളൊരു നിയമമല്ല. കാരണം സൗദി അറേബ്യ അള്ളാഹുവിനേക്കാളും ശ്രേഷ്ഠമായതല്ല. പാകിസ്ഥാൻ നാമം കൊണ്ട് ശ്രേഷ്ഠമാണെങ്കിലും അള്ളാഹുവിനേക്കാൾ ശ്രേഷ്ഠമല്ല. അതുകൊണ്ട് ഈ നിയമം എല്ലായിടത്തും തുല്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അത് വൈരുദ്ധ്യം പുലർത്തുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് ഇസ്ലാമിൽ അള്ളാഹുവും അവന്റെ ദൂതനും കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയായി ഞങ്ങൾ കാണുന്നത് സ്വന്തം മാതാവിനെയാണ്. ഞങ്ങളുടെ മാതാവ് അവരുടെ ഉദരത്തിൽ ഞങ്ങളെ 9 മാസം ചുമന്നു. ഞങ്ങൾ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അവർക്ക് മുന്നിൽ ഞങ്ങൾക്ക് തലകുനിക്കാൻ സാധ്യമല്ല. എനിക്ക് ജന്മം നൽകിയ മാതാവിന് മുന്നിൽ പോലും തലകുനിക്കാൻ സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ മുന്നിൽ ശിരസ് കുനിക്കാൻ സാധിക്കുക? കാരണം എനിക്ക് ജന്മം നൽകിയ അമ്മയും എന്റെ ഈ രാജ്യവും സൃഷ്ടാവിനേക്കാൾ വലുതല്ല. കൂടാതെ വന്ദേമാതരം എന്ന ഗാനത്തിലെ 12 വരികളിൽ 3 പ്രാവശ്യം വന്ദേമാതരം എന്ന് പറയുന്ന വരികളുണ്ട്. അവ ഖുർആനിനും ഹദീസിനും എതിരാണ്. അതുപോലെ ഈ ഗാനത്തിൽ ദൈവത്തിന് ചില ഗുണവിശേഷണങ്ങൾ നൽകുന്നുണ്ട്. ലക്ഷ്മി, ദുർഗ, ധനം തുടങ്ങിയവ. ഇവ ഇസ്ലാമിക ആശയങ്ങളോട് വൈരുദ്ധ്യം പുലർത്തുന്നു. ഇസ്ലാമിന് എതിരാകുന്ന ഈ ആശയങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്തെ താഴ്ത്തുന്നവയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്റെ സൃഷ്ടാവിന്റെ സ്ഥാനത്തെ താഴ്ത്തില്ല. പക്ഷെ ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു. നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്നില്ല എന്നല്ല. ഈ ഗാനം എഴുതിയതാരാണ്? ബങ്കിം ചന്ദ്ര ഉപാധ്യായാണ് ഈ ഗാനത്തിന്റെ രചയിതാവ്. എന്തിനു വേണ്ടി? അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗാനത്തിന്റെ
പഴക്കം നൂറ്റാണ്ടുകളാണെന്ന് അവരവകാശപ്പെടുന്നു. വാസ്തവത്തിൽ ഈ ഗാനം രചിച്ചത് എന്നാണെന്ന് പോലും അവർക്കറിയില്ല. രാഷ്ട്രീയക്കാർ ഈ ഗാനം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ്. ഈ രാഷ്ട്രീയ വിവാദത്തിലൂടെ തങ്ങളുടെ വേദത്തിന് തന്നെ എതിർ പ്രവർത്തിക്കുകയാണെന്ന് ഈ രാഷ്ട്രീയക്കാർ അറിയുന്നില്ല. ഞാൻ ഉത്തരം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു.